മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ കേരളം ഭരിച്ചിട്ടുണ്ടോ ആ കാലത്തൊക്കെ സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടി അവരെന്തും ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ മനുഷ്യരുടെ രക്തം ഊറ്റി കുടിച്ച് ചീർത്തു വലുതാകുന്ന കുളയട്ടകളെ പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി. സാധാരണക്കാരൻ്റെയും സമ്പന്നന്മാരുടെയും രക്തം ഊറ്റി കുടിച്ച് ഇന്ന് പാർട്ടി കുളയട്ടകളെ പോലെ ചീർത്ത് വലിയ നിലയിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, മദ്യവും മദ്യമാഫിയുമായിട്ടുള്ള ബന്ധം നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നമ്മൾ കണ്ടതാണ്. അന്നാണ് കല്ലുവാതുക്കൽ മദ്യദുരന്തം ഉണ്ടായത്. 32 പേർ മരിച്ചു. ഒരുപാട് ആളുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. മാത്രമല്ല, നിരവധി ആളുകൾ ഇന്നും ജീവശവമായി കഴിഞ്ഞുകൂടുന്ന ആ കല്ലുവാതുക്കൽ മദ്യദുരന്തത്തിൽ ആരോപണ വിധേയരായത് ആരൊക്കെയാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സത്യനേശൻ, അതുപോലെ തന്നെ പിന്നീട് ജില്ലാ സെക്രട്ടറിയായി വന്ന മന്ത്രിയായി വന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, കോലിക്കോട് കൃഷ്ണൻ നായർ. അതിൽ 25 ലക്ഷം രൂപ താൻ കൈപ്പറ്റിയെന്ന് പരസ്യമായി സമ്മതിച്ച സത്യനേശനെ മാത്രം നടപടിയെടുത്ത് പുറത്താക്കി. ഇന്നും പാർട്ടിയുടെ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നു. ആ അഴിമതി കേസിൽ ഡയറിയിൽ പേര് കണ്ടെത്തിയ കോലിക്കോട് കൃഷ്ണൻ നായരും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും. മാത്രമല്ല, നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് കരിവണ്ണൂർ ബാങ്കിൽ നിന്ന് അനധികൃതമായി പണമെടുത്ത് അത് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലൂടെ ചേർത്ത് വീഴ്ത്ത ആളുകളാണ് കപ്പലണ്ടി കച്ചവടക്കാരനായ കണ്ണനും അതുപോലെ AC മൊയ്തീനും അതുപോലെ മറ്റു പല ആളുകളും. ഇപ്പോൾ DYFIയുടെ ഒരു നേതാവ് പുറത്തു വന്നത് ഒരു മഹാത്ഭുതമൊന്നുമല്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ഒരു പുസ്തകമുണ്ടല്ലോ, ഒളിക്യാമറകൾ പറയാത്തത്. അത് ഒന്ന് വായിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയന് ഈ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലുള്ള മദ്യമാഫിയയുമായി മദ്യരാജാക്കന്മാരുമായിട്ടുള്ള ബന്ധം ആ ഒളിക്യാമറകൾ പറയാത്തത് എന്ന ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആ ബുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമുക്കറിയാം, പിണറായി വിജയനാണ് ആരംഭിച്ചത്. എന്നാണോ കൈരളി ചാനലിന്റെ മൂലധനം സ്വരൂപിക്കാൻ ആരംഭിച്ചത്, ആ കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ നയവ്യതിയാനം വരുത്തിയത്. അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ടവരുടെ പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി. ഇതൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ? ഇന്ന് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം അവർ പരിപാലിക്കുന്നുണ്ടോ? പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് തുടങ്ങിയ ദേശാഭിമാനി ഇന്ന് എത്ര കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനമാണ്. കൈരളി ചാനൽ ഇന്ന് കോടാനുകോടി രൂപയുടെ ആസ്തികളുള്ള ഒരു പ്രസ്ഥാനമായി മാറിയില്ലേ? അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ ആരംഭിച്ച കൈരളി ചാനലിന് വേണ്ടി മൂലധനമാ സ്വരൂപിക്കാൻ ആരംഭിച്ച കാലഘട്ടത്തിൽ തൊട്ട് പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ EP ജയരാജൻ തന്നെ പരസ്യമായി പറഞ്ഞു, ഞങ്ങളുടെ പഴയ നയം ഞങ്ങൾ മാറ്റി, കട്ടൻ ചായയും പരിപ്പോടെയൊക്കെ പോയി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചേരേച്ചിന് നാട്ടിൽ ചെന്നാൽ അതിന്റെ നടുത്തുണ്ടം തിന്നണം, ഞങ്ങളത് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നയവ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനം. അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവല്ലേ നമ്മളെ അയ്യപ്പ സംഗമം നടത്തുന്നത്? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി, അതായത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി. വോട്ട് രാഷ്ട്രീയം കളിക്കാൻ നമുക്ക് 2019-ലും 2024-ലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അയ്യപ്പന്റെ പേരിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ വീണ്ടെടുക്കാനുള്ള ഒരു വ്യായാമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ അയ്യപ്പ സംഗമം നടക്കുന്നത്. മാത്രമല്ല, വിദേശ സർവകലാശാലകളെ കൊണ്ടുവരുന്നു. ആ വിദേശ സർവകലാശാലയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ ശ്രീനിവാസനെ കരിയോലൊഴിച്ച് ചെരുപ്പ് കൊണ്ടടിച്ച് അപമാനിച്ച ഒരു പാർട്ടിയല്ലേ? മാത്രമല്ല, 91-ലെ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നഖശികാന്തം എതിർത്തു. ഇപ്പൊ ആഗോളവൽക്കരണത്തിന്റെ, ഉദാരവൽക്കരണത്തിന്റെ, സ്വകാര്യവൽക്കരണത്തിന്റെ വക്താക്കളായി അവർ മാറി. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്നപ്പോ അദാനിയുടെ കയ്യിൽ നിന്ന് 5000 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയെപ്പോ ഒരു നേതാവിനെ അപമാനിച്ച്, അവഹേളിച്ച്, അപകീർത്തിപ്പെടുത്തി. പക്ഷേ ഏതാനും ദിവസം കഴിഞ്ഞപ്പോ അദാനി കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ AKG സെന്ററിൽ ചെന്നോടുകൂടി അദ്ദേഹം ഒരു വിശുദ്ധ പശുവായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരു DYFI നേതാവ് 2 പേരെ കുറിച്ച് പറഞ്ഞ കാര്യം അതൊരു പുതുമയുള്ള കാര്യമല്ല. കേരളത്തിലെ എല്ലാവർക്കും അറിയാം,
പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ഈ 10 വർഷം കൊണ്ട് തടിച്ചു കൊഴുത്ത് സമ്പന്നന്മാരായി മാറിയിരിക്കുന്നു. പക്ഷേ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാർ ഇന്നും ഉച്ച ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരായി തുടരുമ്പോൾ എല്ലാ ജില്ലയിലെയും നേതാക്കന്മാർ ഈ ഭരണത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടികൾ സമ്പാദിച്ചിരിക്കുന്നു. ഇത് ഒരു അന്വേഷണത്തിന് വിധേയമാക്കാൻ ആരോടാ പറയുന്നത്? വേലി തന്നെ വിളവ് തിന്നുന്നു, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അപ്പൊ പരാതി ഒരിടത്ത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം സ്വപ്ന സുരേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണം, ഈ കല്ലുവാതിക്കൽ മദ്യ ദുരന്ത കേസിൽ ആരോപണ വിധേയനായ പി ശശി അന്നും ഇന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തുടരുന്ന ഒരു ഭരണ സംവിധാനത്തിൽ എന്ത് നീതിയാണ് ഒരു അന്വേഷണം നടത്താൻ കിട്ടുക? അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ഉണ്ടായി ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയാൽ പല നേതാക്കന്മാരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടേണ്ടി വരും, പലരും ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ നയവ്യതിയാനങ്ങളിൽ നിന്ന് മാറി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകണമെന്നാണ് CPI-ക്കാർ അവരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയത്തിൽ പാസാക്കിയിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് അറപ്പും വെറുപ്പുമുണ്ടെന്നാണ് ആ പ്രമേയത്തിന്റെ ആകത്തുക പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യയശക്തമായ പിളർപ്പുണ്ടായതിനു ശേഷം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി തങ്ങളാണ് ജീവിക്കുന്നത് എന്നും കമ്മ്യൂണിസ്റ്റ് പാതയിൽ നിന്ന് CPM വ്യതിചലിച്ചുവെന്നും ഇപ്പോൾ ആലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അതിശക്തമായ വികാരം ഉയർന്നു വന്നത് കമ്മ്യൂണിസത്തിനുണ്ടായിരിക്കുന്ന ഒരു മൂല്യ തകർച്ചയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു DYFI നേതാവ് 2 പേരുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. കേരളം മൊത്തം നേതാക്കന്മാർ സമ്പന്നന്മാരായിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ ഇപ്പോഴും പഴയ പട്ടിണിയിൽ തന്നെ കഴിയുന്നു. ഒരു വിരോധാഭാസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് കാണുന്നത്. അല്ല, നമ്മളിപ്പോ എന്ത് വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വന്നത്? നമ്മളിപ്പോ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. നമുക്ക് അവിടെ മാറി നിന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി ഞാൻ പറയട്ടെ? ഞാൻ പറയാം, അത് പറയാം. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ എന്നോട് ചോദിച്ച ചോദ്യത്തിരുത്താൻ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കാ സംശയമുള്ളത് അങ്ങോട്ട് മാറി നിന്നാ നമുക്ക് സംശയം തീർത്തു തരാം. ഞാൻ തീർത്തു തരാം. പറഞ്ഞോ അതെ പറഞ്ഞല്ലോ. അത് പാർട്ടി അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് KPCC നേതൃത്വം അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. കുടുംബത്തിന് ഇപ്പോഴും ആ പണം കിട്ടിയിട്ടില്ല. അല്ലാതെ പണം കിട്ടണമെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കണം, കുറ്റക്കാരെ കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ടല്ല പണം കൊടുക്കാൻ പറ്റൂ. അല്ലാതെ അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് പണം എങ്ങനെ കൊടുക്കുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. പണം കൊടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ കാണുമല്ലോ, അപ്പൊ വീണ്ടും ചോദിക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ സംസ്ഥാനം നടത്തുന്ന അന്വേഷണങ്ങൾ എത്ര കാലമായി നടക്കുന്നു? ഏതെങ്കിലും അന്വേഷണം പൂർത്തിയായിട്ടുണ്ടോ? പറയൂ. അപ്പൊ അന്വേഷണത്തിന് ഒരു കമ്മീഷൻ ഏൽപ്പിച്ചാൽ അവർക്ക് ഒരു കാലപരിധി ഉണ്ട്. അതിനകത്ത് അന്വേഷണം നടത്തി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പാർട്ടി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. തീരുമാനമെടുത്തില്ലെങ്കിൽ പാർട്ടിക്കെതിരെ പ്രതികരിക്കാനുള്ള ശക്തിയുള്ള ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. ഈ അന്വേഷണ കമ്മീഷനുകളുടെ അന്വേഷണം വൈകുന്നതിനെതിരെ സമരം ചെയ്യുന്നവരാണ് പ്രതിപക്ഷം. അപ്പൊ അതിലൊക്കെ ഇപ്പോ നമ്മള് പ്രതിപക്ഷത്തിന്റെ ജോലി ഭരണപക്ഷത്തിന്റെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണുക, ജനവിരുദ്ധ നയങ്ങളെ തിരുത്തുക. അതിനായി സമരം സംഘടിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ജോലിയാണ്. ആ പ്രതിപക്ഷത്തിനകത്ത് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, അതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതിനൊന്നും ആർക്കും തർക്കം വേണ്ട.